പെടുന്നനെ ഒരു എല്ലാം കൊണ്ട് പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് താഴത്തേക്ക് വീഴാണ്ടായിരുന്നു. കാലപ്പഴക്കം തന്നെയാണ് കാരണം. വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണ് നാട്ടിലെ അവസ്ഥ, നിങ്ങൾക്ക് അറിയാലോ. പിന്നെ പ്രത്യേകിച്ച് മെയിൻ്റെനൻസ് ഒന്നും അങ്ങനെ സമയാസമയം നടക്കാറില്ല. വാടക ഒരു ദിവസം വഴി കഴിഞ്ഞാൽ അതിന് ഇൻട്രസ്റ്റ് അടക്കം കൊടുക്കണം. അതേസമയം മെയിൻ്റെനൻസ് ഒരു പോലും ഇല്ല. 4 വണ്ടി ഇപ്പൊ അതിനകത്ത് താഴത്ത് പെട്ടിട്ടുണ്ട്. ആ സമയത്താണ് ഞങ്ങൾ പെട്ടിട്ടുണ്ടാവും. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് വലിയങ്ങാടിയിൽ ആ തകർന്ന കെട്ടിടത്തിന്റെ മുന്നിലാണ്. കോഴിക്കോട് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള പഴയ പാസ്പോർട്ട് ഓഫീസ് കെട്ടിടമായി പ്രവർത്തിച്ചിരുന്ന ബിൽഡിംഗ് ആണ്. ബിൽഡിങ്ങിന്റെ മുമ്പിലെ സൺസൈഡിന്റെ ബീമുകളാണ് ഇത്തരത്തിൽ താഴേക്ക് പതിച്ചത്. അതിനിടയിൽപ്പെട്ട 3 തൊഴിലാളികൾ ദാരുണമായി മരിക്കുകയും ചെയ്തു. അതിൽ നമ്മുടെ പിറകിൽ കാണുന്നത് സമീപത്ത് തന്നെയുള്ള ഗാമ എന്റർപ്രൈസസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഒരു ഗോഡൌൺ ആയിരുന്നു. ആ ഗോഡൌണിലെ ജീവനക്കാരനടക്കമാണ് ഈ മരണപ്പെട്ടവരുടെ കൂട്ടത്തിലുള്ളത്. ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് ഗാമ എന്റർപ്രൈസസിന്റെ മുതലാളിയായിട്ടുള്ള അസ്ലമാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇതിപ്പോ ഇന്ന് രാവിലെ പെടുന്നനെ ഒരു എല്ലാം കൊണ്ട് പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് താഴത്തേക്ക് വീഴാണ്ടായിരുന്നു. എന്റെ അടക്കം 4 ഷട്ടറുള്ള ഗോഡൌൺസ് ഉണ്ട്. അപ്പുറം ഏകദേശം ഒരു 10ഓളം ഷട്ടറുകളുണ്ട്. അതിൽ 4 ഭാഗത്തെ ആ ഒരു സൺഷെയ്ഡ് ബീമോട് ചേർന്ന് താഴത്തേക്ക് വീണിരിക്കുകയാണ്. ഗോഡൌണിനകത്തൊന്നും പരുക്കൊന്നുമില്ല. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു പണിക്കാരൻ അവിടെ ജോലിയൊന്നുമില്ല, അവിടെ ഉണ്ടായിരുന്നു. അയാൾ തത്സമയം മരിച്ചു. 2 പേര് വേറെയും മരിച്ചതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് കിട്ടുന്നത്. അങ്ങനെയുള്ള ഒരു ഇതാണ്, പെട്ടെന്നാണ് ഒക്കെ സംഭവിച്ചത്. കാലപ്പഴക്കം തന്നെയാണ് കാരണം. ഇപ്പൊ ഇത് കോർപ്പറേഷന്റെ ഒരു കെട്ടിടമാണ്. സമയങ്ങളിൽ കോർപ്പറേഷൻ എങ്ങനെയാണ് അറ്റകുറ്റപ്പണികളൊക്കെ നടത്താറൊക്കെ? വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണ് നാട്ടിലെ അവസ്ഥ, നിങ്ങൾക്ക് അറിയാലോ. പിന്നെ പ്രത്യേകിച്ച് മെയിൻ്റെനൻസ് ഒന്നും അങ്ങനെ സമയാസമയം നടക്കാറില്ല. ഇതിപ്പോ കോർപ്പറേഷൻ കൃത്യമായിട്ട് വാടകയും കാര്യങ്ങളൊക്കെ വാങ്ങാം. അത് 5-ാം തീയതി വാങ്ങും. 6-ാം തീയതി കൊടുത്തില്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആവും. ആ രീതിയില് വാടക കൃത്യമായിട്ട് വാങ്ങാറുണ്ട്. പക്ഷെ മെയിൻ്റെനൻസ് കുറവാണ്. എല്ലാ ബിൽഡിങ്ങുകളുടെ അവസ്ഥ മെയിൻ്റെനൻസ് നടക്കില്ല. മെയിൻ്റെനൻസ് വാടക കൃത്യമായി കൊടുക്കുമ്പോഴാണ് വാടക ഒരു ദിവസം വഴി കഴിഞ്ഞാൽ അതിന് ഇൻട്രസ്റ്റ് അടക്കം കൊടുക്കണം. അതേസമയം മെയിൻ്റെനൻസ് ഒരു ബിൽഡിംഗ് പോലും ഇല്ല. പൊളിക്കാൻ പറ്റിയിട്ട് 2 വർഷമായി. അതിൻ്റെ ഇടയായിട്ടാണ് ഈ പുതിയ ശ്രീ ഗണേശ് പറഞ്ഞവർക്ക് 2ാമത് ലൈസൻസ് കൊടുക്കുന്നത്. അതെല്ലാം കോർപ്പറേഷൻ അനാസ്ഥ. പുതിയ ബിൽഡിംഗ് പൊളിക്കാൻ ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ പുതിയ ബിൽഡിംഗ് പൊളിക്കാൻ ഭയങ്കര ആവേശം. ഈ പഴക്കമുള്ള കോഴിക്കോട് എത്രയോ ബിൽഡിങ്ങുകൾ എടുക്കുന്നുണ്ട്. അത് കാരണപ്പെട്ട് ഒരു മെയിൻ്റെയിൻ ചെയ്യാണ്ട് അതെങ്ങനെ പോകും. അതിൻ്റെ ഇടയ്ക്ക് ഇതേമാതിരി പരുക്ക് പറ്റും, ഒരാൾക്കാർ മരിക്കും. അതല്ലാണ്ട് വളരെ ക്ഷീണമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സ്റ്റാർട്ടിങ് പോയിന്റ് ആണ്. വലിയങ്ങാടിയുടെ എൻഡാണിത്. എനിക്ക് തോന്നുന്നത് നോയമ്പായതുകൊണ്ടും മറ്റുമൊക്കെ ആയിട്ട് ആളുകൾ കുറവാണ്. രാവിലെ കട തുറന്നു കഴിഞ്ഞാൽ തന്നെ ആ ഭാഗത്ത് ഒരു തണുപ്പ് കിട്ടുന്ന ഏരിയ ആയതാണ്. ഒരുപാട് പേരുണ്ടാവും. അപ്പോ ഇന്നിപ്പോ കുറവാണ് ആളുകൾ. ആകെ ഉണ്ടായിരുന്നവര് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ എന്റെ വണ്ടി, എന്റെ പാർട്ട്ണറുടെ വണ്ടി, അതുപോലെ ഞങ്ങളുടെ സ്റ്റാഫിന്റെ 2 വണ്ടി, 4 വണ്ടി ഇപ്പൊ അതിനകത്ത് താഴത്ത് പെട്ടിട്ടുണ്ട്. ആ സമയത്താണ് ഞങ്ങൾ പെട്ടിട്ടുണ്ടാവും. സേഫ് അല്ലാത്തൊരു സംഗതിയാണ്. അതിലെ നിർമ്മാണത്തിൽ അപാധ തന്നെയാണ്, അല്ലാതെ വേറൊന്നുമല്ല. 3 പേരിൽ ഒരാള് നിങ്ങളുടെ ഒരു തൊഴിലാളി കൂടെയാണ്. എന്റെ കൂടെ ജോലി ചെയ്യുന്ന 10 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. വലിയ വിഷമം തന്നെയാണ്. അവരാണെല്ലാം നോക്കുന്നത്, ഞങ്ങളല്ല. വലിയങ്ങാടിയെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികളാണ് ഞങ്ങളെ സ്വത്ത്. ഞങ്ങൾക്ക് ഇത് ചാക്ക് ചെയ്യാൻ പറ്റുമോ? അവര് തന്നെ വേണ്ടേ എല്ലാത്തിനും. ഞങ്ങൾ ഹോൾസെയിൽ വ്യാപാരിയല്ല. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അവരെ സഹായം ഉണ്ടെങ്കിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റുമോ? ഈ ഒരു ദുരന്തത്തിന് കാരണമായിരിക്കും എന്ന് തന്നെ പറയണം. കാരണം ഇതൊന്നും നമുക്കറിയാലോ. നമ്മുടെ നാട്ടിന്റെ അവസ്ഥ അങ്ങനെയാണല്ലോ. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലാണ് അധികാരികൾ അങ്ങോട്ട് വരാം. അപ്പൊ നമ്മളെ ഈ ചൂരൽമല ദുരന്തമായാലും എന്തായാലും എല്ലാവർക്കും അറിയാം. പക്ഷെ അവസാനമാണ് നമ്മൾ എത്തുക. അതിപ്പോ നിങ്ങൾ 1-2 ദിവസം കഴിഞ്ഞതെല്ലാം മറക്കും. അടുത്തത് കാത്തിരിക്കും. അതിനിടയ്ക്ക് ഇങ്ങനെ സാധാരണക്കാരൻ മരിച്ചു. ഇപ്പൊ ഞാനാണെങ്കിലും എന്റെ കുടുംബം അനാഥായില്ലേ. ഞാനിപ്പോ അവിടുന്ന് വണ്ടി വെച്ച് ഇറങ്ങിയിട്ടുള്ളൂ. ഇങ്ങോട്ട് വന്നിട്ട് കടയിലേക്ക് വന്നിട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് പോയും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. ഒരു ഗോഡൌൺ ആയിരുന്നു. അതിനകത്ത് തൊഴിലാളി ഇപ്പൊ ഒന്നേ അപേക്ഷയുള്ളൂ. ബാക്കിയുള്ള ഭാഗം എത്രയും പെട്ടെന്ന് മുറിച്ചില്ലെങ്കിൽ അതുകൂടെ താഴത്തേക്ക് വീഴും. അതിന്റെ ഭാഗം ഗോഡൌൺ പെട്ടെന്ന് പൊളിച്ചില്ലെങ്കിൽ ആ ഒരു സൺഷെയ്ഡിനോട് ചെന്ന് വിൽക്കാൻ നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്. നമുക്ക് കാണിച്ചോളൂ ടി-വിയിൽ വേണമെങ്കിൽ. അവിടുന്ന് തൊട്ട് ആ തല വരെ അത് ഏത് നിമിഷം താഴത്തേക്ക് വരും. അതിപ്പോ ഇത് കണ്ടതുകൊണ്ട് പറയാണ്. നേരത്തെ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ പൊളിക്കുകയായിരുന്നു. കാണാത്തതുകൊണ്ടാണ്. എല്ലാവർക്കും അവരവരുടെ ജീവിതം വരുന്നതല്ലേ.